ഹായ് എവരിവൺ. പിണറായി വിജയൻ കരയുകയാണ് മക്കളെ. കേരളത്തിലുള്ള എല്ലാ LDFകാരും കരയുകയാണ്. എന്താണ് കാരണമല്ലേ? ഇന്നലെ കേന്ദ്രത്തോട് ഷാഫി പറമ്പിൽ പറഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. അതിനുശേഷം ഇംഗ്ലീഷ് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം പൊന്നുപ്രേക്ഷകരെ. അതായത് കൊല്ലത്ത് തകർന്ന റോഡിനെ കുറിച്ച് ഷാഫി പറമ്പിൽ പറയുകയാണ്. 500 കോടി മേടിച്ചിട്ട് 5 ലക്ഷത്തിൻ്റെ പണിയാണ് ഇവറ്റകൾ എടുക്കുന്നത്. അതായത് പിണറായി വിജയൻ്റെ ഉറക്കം കെടുകയാണ് പൊന്നുപ്രേക്ഷകരെ. എന്താണ് ഷാഫി പറമ്പിലിൻ്റെ തീപ്പൊരി പ്രസംഗം? അത് ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്തുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എനിക്ക് പേഴ്സണലി ഭീഷണി. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ രാഹുൽ മങ്കൂടത്തിലിൻ്റെ ശരി വിളിച്ച് പറയുന്നു. രാഹുൽ മങ്കൂടത്തിൽ തെറ്റുകാരൻ അല്ല എന്ന് ഞാൻ വിളിച്ച് പറയുന്നു. അപ്പോൾ എനിക്ക് കുറേ ഭീഷണിയാണ് വന്നത്. ഇന്നലെ ഒരു മെസ്സേജ് എനിക്ക് വരികയാണ്. അതായത് ഇവറ്റകൾ ചിന്തിച്ചു എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നോട് പറയുകയാണ്, ബ്രോ ഒന്ന് പിണറായി വിജയനെ പൊക്കി പറയേ. നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീഡിയോസ് ഞങ്ങൾ 100 കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചുകൊണ്ട് നിനക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾ നേടിത്തരുമെന്നാണ് കുറേ കമ്മികൾ പറയുന്നത്. അവരോടൊക്കെ ഞാൻ പറയുകയാണ്, സത്യത്തിനൊപ്പം നിൽക്കും. ഇവിടെ നിങ്ങൾ കാണിക്കുന്നത് നിറികേടാണ്. അത് വിളിച്ച് പറയും. സബ്സ്ക്രൈബേഴ്സ് ഞാൻ മരിച്ചു പോകുമ്പോൾ കൊണ്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തരുന്ന നക്കാപ്പിച്ച എനിക്ക് വേണ്ട. ഞാൻ സത്യത്തിനൊപ്പം മാത്രം നിൽക്കും. പൊന്നുപ്രേക്ഷകരെ, ഷാഫി പറമ്പിലിന്റെ തീപ്പൊരി പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഓക്കെ, there is stiff competition for taking the credits of whatever happens regarding the national highway. Everybody says that it is their brainchild and they are responsible for the national highway here. But whenever something goes wrong, whenever there is a serious lapse, they are never bothered to take the responsibility. Neither state government or the central government. But whatever happening is, it was shocking to learn that school bus was carrying by about 32 students in that. If something went wrong means. So this is a serious lapse and series of lapse. Serious lapse and series of lapse that's been happening. CM Pinarayi Vijayan is saying that it's not our duty to take this. It's all about a national highway, and national highway is born to do that job. So how you react to? How about all those drawn visuals of taking the credits of national highway? And I must say that the central government and NHAI, they are equally responsible. They are more responsible. I must also say that they are more responsible. But CPM must stop taking credit of all those things that is happening. And they must not skip away from responsibilities. NHAI, the design is, I must say, the design is anti-Kerala. It is not at all connected to the way Kerala needs the highway. And they are not giving a patient hearing, even for representatives like us. Whenever we say something on this regard, they are saying that you are not competent enough to say on engineering things. But they are failing miserably. Now this has to be seriously thought. This is not a flood time. And this is not a seriously raining time also. Even now, if it happens, so means what will happen if it is seriously raining? We are concerned. Even after the completion, it can happen. So they have to recheck on what has to be done and this kind of elevated thing that they have done. The embankments. പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, കരഞ്ഞിട്ട് കാര്യമില്ല. ഷാഫി പറമ്പിലിൻ്റെ അനിയനായ രാഹുൽ മാങ്കൂടത്തിലിനെ കള്ളക്കേസിൽ കുടുങ്ങുമ്പോൾ, അതിപ്പോൾ തെളിഞ്ഞിട്ടില്ല, കേസ് കോടതി വിധിച്ചിട്ടില്ല, അതുവരെ നമുക്ക് കള്ളക്കേസൊന്നും അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അതായത് കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ പിണറായി വിജയ ഒന്ന് ഓർക്കണമായിരുന്നു. കളിക്കുന്നത് ഷാഫി പറമ്പിലിൻ്റെ, അതായത് ഷാഫി പറമ്പിൽ പണി തുടങ്ങുകയാണ്. ഷാഫി പറമ്പിൽ തിരിച്ചടി തുടങ്ങുകയാണ് മക്കളെ. ഈ ഒരൊറ്റ വാർത്ത കാരണം ലക്ഷക്കണക്കിന് LDFകാരാണ് UDFിലേക്ക് വോട്ടിടാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ കാര്യം അറിയോ? അതായത് എന്ത് വികസനമാണ് ഇവർ ഷാഫി പറമ്പിൽ അവിടെ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഈ പറയുന്ന റിയാസ് ഉൾപ്പെടെ 5 ലക്ഷത്തിൻ്റെ പണിയെടുത്തിട്ട്, ഒരു എക്സാമ്പിൾ കണക്കാണ്, 500 കോടി പാസ്സാക്കിയതിന് ശേഷം 5 ലക്ഷത്തിൻ്റെ പണിയെടുത്തിട്ട് ഞങ്ങളാണ് റോഡ് നിർമ്മിച്ചത് എന്ന് പോസ്റ്റർ ഇടുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ പൈസ ഒക്കെ എവിടെ പോകുന്നുണ്ട്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അതായത് വളരെ വളരെ കൊള്ള നടക്കുന്നുണ്ട് പൊന്നുപ്രേക്ഷകരെ. നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു പാലം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 50 കോടിയാണ് കേന്ദ്രം പാസ്സാക്കുന്നതെങ്കിൽ ഇവിടെ പണിയെടുക്കുന്നത് 1-2 കോടി രൂപയുടെ പണിയാണ്. ബാക്കി പൈസ എവിടെ പോകുന്നുണ്ട്? ആരുടെ പോക്കറ്റിലാണ് പോകുന്നത്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? നോക്കൂ നിങ്ങൾ, കൊല്ലത്ത് റോഡ് തകരുമ്പോൾ വലിയൊരു സ്കൂൾ വാൻ ഉണ്ടായിരുന്നു. അതെങ്ങാലും, അതായത് എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. 5 സെക്കൻഡിൻ്റെ ഡിഫറൻറ്റിലാണ് സ്കൂൾ വാൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ 38 കുട്ടികളും ഭസ്മമായേനെ.
ഇതൊക്കെ പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്, എവിടെ പോകുന്നുണ്ട് പൈസ? കേന്ദ്രം പാസ്സാക്കി തന്ന പൈസ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിനുള്ള ഉത്തരം നിങ്ങൾ തരണം. ഓക്കെ, അതായത് പൈസ ചെലവഴിച്ചിട്ട് നല്ല കമ്പിയും നല്ല സിമെന്റും ഒക്കെ ഇട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം സംഭവിക്കൂല. യുവന്മാര് അതായത് ബാക്കി പൈസ ഒക്കെ പോക്കറ്റിലിട്ട് ചെറിയ പൈസയുടെ പണിയെടുക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിച്ചത്. പൊന്നു പ്രേക്ഷകരെ, യുവന്മാർ അതായത് ഭരണവും വൃത്തികെട്ട ഭരണവും നടത്തിക്കൊണ്ട് കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് പുതിയ പുതിയ ഗർഭം കൊണ്ടുവന്നിട്ട് വീണ്ടും ഭരിക്കാൻ നോക്കുകയാണ്. നമ്മൾ വോട്ടിടണം, നമ്മൾ മണ്ടന്മാരാണോ? ഓക്കെ, നമുക്ക് എന്തായാലും എന്താണ് കൊല്ലത്ത് സംഭവിച്ചത് അതിൻ്റെ വാർത്താ ക്ലിപ്പ് കണ്ടുകൊണ്ട് അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാം. ഓക്കെ, 2025 മാർച്ച് 3 ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ് തലനാരിഴയ്ക്ക് വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. 4 ഗർഡറുകളാണ് തകർന്നു വീണത്. കളക്ടറും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എങ്ങനെ വീയാതിരിക്കും? മര്യാദയ്ക്ക് പണിയെടുക്കണ്ടേ? അതായത് ഒരു റോഡ് എന്ന് പറയുമ്പോൾ, ദേശീയപാത എന്ന് പറയുമ്പോൾ എത്ര വലിയ വലിയ വണ്ടിയൊക്കെ പോവും. യുവന്മാര് 5 ലക്ഷത്തിന്റെ പണിയെടുത്താൽ 50 കോടി മേടിച്ചിട്ട് 5 ലക്ഷത്തിന്റെ പണിയെടുത്താൽ ഇങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്? ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യണം. പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്, കുറേ ബുദ്ധിയില്ലാത്ത ഐറ്റങ്ങളുണ്ട്. ഞാൻ 10 വർഷമായിട്ട് എൻ്റെ ബാപ്പയും എൻ്റെ അച്ഛനും എൻ്റെ അമ്മമാരും എൻ്റെ ഉമ്മയും എല്ലാവരും 10 വർഷമായിട്ട് LDF വോട്ടിട്ടു, അല്ലെങ്കിൽ മറ്റേതിന് വോട്ടിട്ടു, അതുകൊണ്ട് ഇത്തവണയും ഞാൻ അവർക്ക് തന്നെ വോട്ടിടുന്നു. ആ ഒരു ചിന്ത നിങ്ങൾ ഇല്ലാതാക്കണം. നാട് നന്നാവണമെങ്കിൽ നിങ്ങൾ മാറണം. ഓക്കെ, അല്ലാതെ എൻ്റെ തന്തന്മാർ LDFനാണ് വോട്ടിട്ടത് അതുകൊണ്ട് ഞാനും അവർക്ക് വോട്ടിടുന്നു, അങ്ങനല്ലേ വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണോ? ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കി കൂടി കിടന്നോക്കാം. ശേഷം മെയ് 19 മലപ്പുറം കൂരിയാടിൽ 50 അടി ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ 6 വരിപ്പാത തകർന്നു വീണു. സർവീസ് റോഡ് അടുത്തുള്ള വയലിലേക്ക് തള്ളിപ്പോകുന്ന തരത്തിലുള്ള മണ്ണിടിച്ചിലാണ് സംഭവിച്ചത്. എങ്ങനെ സംഭവിക്കാതിരിക്കും? ഒരു കാര്യം പറയുകയാണ്, മണ്ണിടിച്ചൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ സിമെന്റ് ഒക്കെ ഇട്ടിട്ട് ഒരു എന്താണ് പറയുന്നത്, ഒരു കട്ട എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ കട്ട എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കട്ട കെട്ടിയിട്ട് അങ്ങനെ അതിനൊക്കെ ആ സംവിധാനമുണ്ട്. യുവന്മാർ അതിനൊക്കെ കണക്കാക്കിയിട്ട് പൈസ മേടിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല എന്നതാണ്. അതായത് യുവന്മാർക്ക് അറിയും, ഇപ്പോൾ റോഡ് തകർന്നപ്പോൾ വീണ്ടും പൈസ കിട്ടും. എങ്ങനെയെങ്കിലും നമ്മൾ സാധാരണക്കാരായ നമ്മൾ കറണ്ട് ബില്ല് കെട്ടുന്ന നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് യുവന്മാർക്ക് വീണ്ടും പൈസ കിട്ടും. റോഡ് ഒന്നാക്കാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് മുക്കാലോ, അതിന് വേണ്ടിയിട്ടാണ് കളിക്കുന്ന കളി. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അപകടത്തിൽ അന്ന് 5 പേർക്ക് പരിക്കേൽക്കുകയും 3 കാറുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിനിടെ കേരളത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ വലിയ അപകടമായിരുന്നു അത്. പൊന്നുപ്രേക്ഷകരെ, അത് ആദ്യത്തേതായിരുന്നു. ഇപ്പൊ പരാതി എഴുതാൻ ബുക്കില്ല, എല്ലാം തീർന്നു എഴുതിയിട്ട് തകർന്ന തരിപ്പണമായത് റോഡ്. അതായത് പണിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. നിങ്ങൾ തിന്നു. ഞാനൊരു കാര്യം പറയുകയാണ്, 50 കോടി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു 5 കോടി നിങ്ങൾ എടുത്തോളൂ. 45 കോടിയുടെ പണികൾ നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ കാണിക്കുന്നത് എന്താണ്? 50 കോടി പാസ്സായി കഴിഞ്ഞാൽ 10-20 ലക്ഷത്തിന്റെ പണിയെടുത്തു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇതൊക്കെ നമ്മൾ ഓരോ മലയാളികളും ചോദിക്കേണ്ടതാണ്. 5-6 കോടി ഒമ്മാർ തിന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നല്ല, പ്രശ്നമുണ്ട്. പക്ഷേ ഇത് പകുതിയുടെ പൈസ പോലും ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ്? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത്. അതായത് ഒരു പഞ്ചായത്തിൽ പോലും ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു എക്സാമ്പിളാണ്, LDF ഒരു പഞ്ചായത്തിൽ ചെറിയ 1 ലക്ഷത്തിന്റെ പണിയെടുക്കുന്നു നിങ്ങൾ വിചാരിച്ചോളൂ. അതിൽ നിന്ന് മുക്കുന്നുണ്ട്. 1 ലക്ഷം പഞ്ചായത്തിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ 80,000 ചങ്ങായിയുടെ കീസയിൽ, ബാക്കി 20,000ത്തിന്റെ പണിയാണ് എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. എടുത്തോളൂ പൊന്നു സഹോദര, ഒരു 10,000 റുപ്യ നീ എടുത്തോ, പ്രശ്നമില്ല. ജനങ്ങളല്ലേ, നിങ്ങളുടെ മക്കളും ആ റോഡിൽ നാളെ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താവും? ബാക്കി കൂടി കിടന്നോക്കാം. അപകടത്തെ തുടർന്ന് കരാറുകാരെ ഡീബാർ ചെയ്തു. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും കേന്ദ്ര സർക്കാർ 3 അംഗ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. എന്താണല്ലേ, കണ്ടിട്ട് പേടിയാവുകയാണ്. എങ്ങനെയാണ് റോഡിൽ പോകുന്നത്? ഞാനൊക്കെ, അതായത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. എന്ത് പേടിയാണ് മക്കളെ. അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ വരാമെന്ന് നിങ്ങൾ ഒരിക്കലും പറയണ്ടേ, വരുമെന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് നമ്മുടെ റോഡുകൾ. എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാം. ഞാനുള്ളത് കാസർഗോഡിലാണ്. കാസർഗോഡിൽ പുതിയ ഹൈവേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എത്ര കോടിയന്മാർ കിട്ടിയിട്ടുണ്ട്, എത്ര കോടിയുടെ പണിയന്മാർ എടുത്തു ഞാൻ പേഴ്സണലി അറിയുന്നില്ല. അതായത് പേടിക്കണം. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അടക്കം പേടിക്കണം.
അത്രയും വൃത്തികെട്ടായി നമ്മുടെ സർക്കാർ പോയോ എന്നതിൽ വളരെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓക്കെ, 5 വർഷം ഭരിച്ചിട്ട് അതിനുശേഷം കിറ്റ് കൊടുത്തത് കൊണ്ട് വീണ്ടും അധികാരത്തിൽ കൊടുത്തവരാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് പിണറായി വിജയന് നിങ്ങൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ കേരളം ഇല്ലാതാവും. അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. സെപ്റ്റംബർ 9 തൃശൂർ കോതപ്പറമ്പിൽ ദേശീയപാതയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. കേരളത്തെ നടുക്കിയ അപകടം നടക്കുന്നത് നവംബർ മാസമാണ്. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാതയിൽ നിന്ന് ടൺ കണക്കിന് ഭാരമുള്ള കോൺക്രീറ്റ് ഗർഡർ താഴേക്ക് വീണു. എങ്ങനെ വീഴാതിരിക്കും? മര്യാദയ്ക്ക് പണിയെടുക്കണ്ടേ? വളരെ മോശമാണ്. ആരൊക്കെ ഈ പൈസ തിന്നുണ്ട് അവനൊക്കെ മരിക്കും പോലെ അനുഭവിക്കും ഞാൻ പറയുകയാണ്. കട്ടോ സഹോദര, ചെറിയ പൈസ കട്ടോ. 50 ലക്ഷത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ 40ൻ്റെ പോക്കറ്റിൽ 10 ലക്ഷത്തിൻ്റെ പണി. ഈ പരിപാടി നീ നിർത്തണം. ചെറിയ പൈസ നീ കക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിലെ കടന്നുപോയ പിക്കപ്പ് വാനിലേക്കാണ് ഗർഡർ വീണത്. പിക്കപ്പ് വാനിലെ ഡ്രൈവർ രാജേഷിന് ഗർഡറിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു. കേട്ടല്ലോ നിങ്ങൾ, പിക്കപ്പിൻ്റെ ഡ്രൈവറുടെ ജീവൻ ഇല്ലാതായി. ആ ഫാമിലി ഇപ്പോൾ അനുഭവിക്കുന്നത് പിണറായി വിജയൻ കാണുന്നുണ്ടാവുമോ? അതായത് ആ രാജേഷിൻ്റെ വൈഫും കുട്ടികളും ഇപ്പോൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? യുവന്മാർ കാരണമല്ലേ അദ്ദേഹം മരിച്ചു പോയത്? ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഓക്കെ, യുവന്മാർക്ക് എന്തായി? വെറുതെ പറയും ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം വാഗ്ദാനം, 3 ലക്ഷം വാഗ്ദാനം കൊടുക്കുന്നില്ല. വാഗ്ദാനം മാത്രമാണ്. എത്ര പേർ എങ്ങനെയൊക്കെ, അതായത് എന്തും വലിയൊരു അപകടം സംഭവിക്കുമ്പോൾ അതിൽ കുറേ ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ പറയുകയാണ്, മരിച്ചുപോയ കുടുംബത്തിന് 5 ലക്ഷം ഞാൻ പ്രഖ്യാപിച്ചു. ഈ 5 ലക്ഷം കിട്ടണമെങ്കിൽ യുവന്മാർ, അതായത് അക്ഷയ കയറി ഇറങ്ങണം, പഞ്ചായത്ത് കയറി ഇറങ്ങണം. ഇറങ്ങി ചത്തതിന് ശേഷം 5 കിട്ടുന്നില്ല. കുറേ പേർക്ക് കൊടുക്കുന്നത് 1-1.5 ലക്ഷം. അതും കൊടുക്കുന്നില്ല, കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും പറയുകയാണ്. മരിച്ച കുടുംബത്തിന് 5 ലക്ഷം ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കൊടുക്കണ്ടേ? അതിന് അക്ഷയയിൽ ഇറങ്ങണം, മറ്റേ ഡെത്ത് സർട്ടിഫിക്കറ്റ്, മറ്റേ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെന്ത് പൂജ തിന്നാനാണ് ഇങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ? സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രഖ്യാപിച്ചാൽ കൊടുക്കണം. അതാണ് ആണത്തം. സത്യം പറഞ്ഞാൽ പൊന്നുപ്രേക്ഷകരെ, ഇലക്ഷനാണ് വരാനിരിക്കുന്നത്. ചിന്തിക്കണം, നിങ്ങൾ ചിന്തിച്ചോട്ടിടണം. ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. നമ്മൾ കൂട്ടത്തോടെ കേരളത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.